ബി.ജെ.പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന മുദ്രാവാക്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവിൽ ഉയർത്തിപ്പിടിക്കുന്നത്. ബി.ജെ.പിയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ ഓരോ സംസ്ഥാനത്തിൻ്റെയും സവിശേഷതകൾക്കനുസരിച്ച് ബി.ജെ.പി വിരുദ്ധ വോട്ടുകളെ കൂട്ടി യോജിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കാൻ സാധിക്കുക എന്ന് മുമ്പ് തന്നെ CPIM വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യ എന്ന പൊതുവേദി പരസ്പരം സഹകരിച്ചുകൊണ്ട് ഈ ഒരു ലക്ഷ്യമാണ് തിരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ ഉള്ളത്. ബി.ജെ.പിയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളതാണ് ആ ചുമതല. അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ രാജ്യത്ത് പൊതുവെ വളർന്നു വരുന്നു എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം. ബീഹാറിൽ ഇപ്പോഴും 9ാമത്തെ പ്രാവശ്യവും കാലുമാറി മുഖ്യമന്ത്രിയായി ബി.ജെ.പി സഹകരണത്തോടുകൂടി അധികാരത്തിൽ വന്ന സംസ്ഥാനമാണ് നിതീഷിൻ്റെ ബീഹാർ. പക്ഷേ ബീഹാറിൽ പൊതുവായ ഒരു മുന്നണി ബി.ജെ.പി വിരുദ്ധമായ നിലയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് ഹിന്ദി മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ യു.പിയിലും സമാനപരമായ രീതിയിലുള്ള നിലപാടുകൾ കൈക്കൊണ്ടുവരികയാണ്. ചർച്ചകളെല്ലാം പൊതുവായ ദിശയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് യു.പിയിൽ നിന്ന് കിട്ടുന്ന വിവരവും നമുക്ക് നൽകുന്നത്. ആം ആദ്മി പാർട്ടിയുമായി ചേർന്നുള്ള അവർക്ക് സ്വാധീനമുള്ള മേഖലയിലുള്ള കൂട്ടുകെട്ട് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. പല സംസ്ഥാനങ്ങളിലും യോജിച്ച് നിൽക്കുമ്പോൾ തന്നെ പഞ്ചാബിൽ പരസ്പരം മത്സരിക്കാം എന്ന് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. മഹാരാഷ്ട്രയിലും വിശാലമായ ഐക്യം രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ബി.ജെ.പിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ശ്രമങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണാനാവുക. ഞാൻ പറഞ്ഞു വന്നത് ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതക്കനുസരിച്ച് ബി.ജെ.പി വിരുദ്ധ വോട്ടുകൾ ഛിന്ന ഭിന്നമാവാതെ ഏകോപിതമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ആവേശകരമായ കാഴ്ചയാണ്. കോർപ്പറേറ്റ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല ഇന്ത്യയുടെ രാഷ്ട്രീയ ചക്രം തിരിയുന്നത് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ 3 സംസ്ഥാന തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ബി.ജെ.പിയുടെ വിജയം അത് കാണിച്ചുകൊണ്ടാണ് ബി.ജെ.പി മുന്നേറി എന്ന വ്യാപകമായ പ്രചാരവേല ഈ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ആ 3 സംസ്ഥാനത്താണ് ബി.ജെ.പിക്ക് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ 3 സംസ്ഥാനത്തിൽ ചേർന്നാൽ 64 ലോക്സഭാ മണ്ഡലങ്ങളാണ് ആകെയുള്ളത്. ഈ 3 സംസ്ഥാനത്തിലും ചേർന്നിട്ട് അതിൽ കഴിഞ്ഞ പ്രാവശ്യം 61 അവർ ജയിച്ചതാണ്. ബി.ജെ.പി അവരുടെ മുന്നണി 61 സീറ്റും അവർ ജയിച്ചതാണ്. ഈ 61 സീറ്റ് ജയിച്ചു കഴിഞ്ഞപ്പോഴും 50% കൂടുതൽ വോട്ട് എവിടെയും കിട്ടിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? വളരെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിന്
BJP കടന്നുകൂടുകയാണ് ഈ 61 സീറ്റിലും ഉണ്ടായത്. ഇവിടെ വളരെ ഫലപ്രദമായ രീതിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സഖ്യ കക്ഷികളെയെല്ലാം ചേർത്ത് മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിച്ചാൽ ഈ 3 സംസ്ഥാനത്തിലെയും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേരത്തെ പറഞ്ഞ ഇന്ത്യ സംവിധാനത്തിൻ്റെ നല്ല മുന്നേറ്റം ഉണ്ടാക്കാനാവും. BJP ആഗ്രഹിക്കുന്ന രീതിയിൽ ജയിച്ചു എന്നുള്ളതുകൊണ്ട് വളരെ ചെറിയ വോട്ടിന് ജയിച്ചു വന്ന ആ ചിത്രം അങ്ങോട്ട് മാറും. ഐക്യമുന്നണി ഉണ്ടാകുമ്പോൾ ഐക്യപ്പെട്ട് നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJPയുടെ വോട്ട് അവർക്ക് തന്നെ ലഭിച്ചാൽ ബാക്കി വോട്ട് ഞാൻ 63% വോട്ടുണ്ട് BJP വിരുദ്ധ വോട്ട്. ഈ 63% വോട്ട് ചേർന്ന് മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 50% പോലും വോട്ട് കിട്ടാത്ത ഈ സംസ്ഥാനങ്ങളിലൊന്നും BJPക്ക് ജയിച്ച് കടന്നു വരിക എന്നുള്ളത് അത്ര എളുപ്പമായിട്ട് കാണാൻ സാധിക്കില്ല എന്ന് നമുക്ക് പ്രായോഗികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സന്ദർഭത്തിൽ BJP വിരുദ്ധ വോട്ടുകൾ യോജിപ്പിക്കുന്നതിന് നമുക്ക് ഓരോ നിയോജക മണ്ഡലത്തിലെയും ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിലെയും അവസ്ഥ ഓരോ സംസ്ഥാനമായിട്ട് എടുത്ത് പരിശോധിച്ചാൽ അത് നല്ല രീതിയിൽ നമുക്ക് ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നല്ല സാധ്യത ഇനിയും ഇന്ത്യ മുന്നണിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്ന ചിത്രം. അപ്പോൾ അത്തരം ഒരു നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് BJPയെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം വ്യക്തമാക്കുകയാണ്. BJP ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാനല്ല. അവർ മുന്നോട്ടേക്ക് വെക്കുന്നത് ഹിന്ദുത്വ അജണ്ട തന്നെയാണ്. അപ്പോൾ ഈ ഹിന്ദുത്വ അജണ്ടയ്ക്ക് ബദലായി മതനിരപേക്ഷ നിലപാടുകൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം. ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മിതിയെ തുടർന്ന് അതിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓളം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാവുമെന്നുള്ളതാണ് ഈ മാധ്യമങ്ങളും BJP സംഘപരിവാർ വിഭാഗങ്ങളും ആലോചിക്കുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ബദലാണ് BJP അല്ലാത്ത മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗത്തെയും യോജിപ്പിച്ച് അണിനിരത്തുക എന്നുള്ളത്. ആഗോളവൽക്കരണ നിലപാടുകളും BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപനമാണ്. ഇപ്പോൾ ഹിന്ദുത്വ അജണ്ട കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്കുള്ള അതിൻ്റെ പരമാധികാരം, ഫാസിസത്തിൻ്റെ സമീപനത്തെ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ഏകാധിപത്യ പ്രവണത, ഈ മൂന്നാണ് BJPയുടെ മുഖമുദ്ര. ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്രാജ്യത്വവുമായിട്ട് ചേർന്ന് കൈകോർത്ത് ഇന്ത്യൻ മുതലാളിയെ ലോക മുതലാളിത്തത്തിൻ്റെ ഭാഗമാക്കി അതിൻ്റെ നെറുകയിൽ നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വ എന്ന് പറയുമ്പോൾ വെറും ഹിന്ദുത്വം മാത്രമല്ല, ഹിന്ദുത്വം രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഒന്നാമത്തെ കാര്യം ഈ കോർപ്പറേറ്റീവ് മൂലധനത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തേത് അതെങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ടാണ്. അത് ഒരു ഫാസിസ്റ്റ് രീതിയിലുള്ള നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ അവർക്ക് ഭരണഘടനയെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും എല്ലാം മാറ്റി തീർക്കുന്ന ഒരു നിലപാടിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ 3 ശക്തികളെയും ഫലപ്രദമായിട്ട് എതിർത്ത ശരിയായ ദിശാബോധത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. നമുക്കറിയുന്നത് പോലെ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ഘട്ടത്തിലും രാജ്യം അത് കണ്ടതാണ്. ഉറച്ച നിലപാട് സ്വീകരിച്ചത് CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. കോൺഗ്രസിന് ഒരു സ്റ്റേറ്റ്മെൻറ്റെങ്കിലും ഇറക്കേണ്ടി വന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPIM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും എടുത്ത കർശനമായ നേരത്തെ പറഞ്ഞ മതവർഗീയതക്കെതിരായിട്ടുള്ള മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായിട്ടാണ്.
പക്ഷേ കോൺഗ്രസ്സിന് ഇത് നമുക്കെല്ലാം അറിയുന്നത് പോലെ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന വിഭാഗം എന്നുള്ളതുകൊണ്ട് അവരെടുത്ത തീരുമാനം അവർക്ക് തന്നെ നടപ്പിലാക്കാൻ ഇന്ത്യയിലുടനീളം സാധിച്ചിട്ടില്ല. നിരവധി സംസ്ഥാനങ്ങൾ അവരുടെ പാട്ടിന് പോകുന്ന നിലയാണ് ആ ക്ഷേത്ര ഉദ്ഘാടന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടാവുക എന്നുള്ളത് ശരിയായ ദിശാബോധത്തോടെ പാർലമെൻ്ററി ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഫെഡറലിസത്തെയും എല്ലാം കൈകാര്യം ചെയ്യുന്നതിന് ദിശാബോധം നൽകുന്നതിന് അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമുണ്ടാവില്ല. സംസ്ഥാനത്തിൻ്റെ വികസനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനും കേന്ദ്രത്തിൽ നിന്നും ന്യായമായ നമ്മുടെ അവകാശം നമുക്ക് ലഭിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത ഉന്നയിക്കുന്നതിനും യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് കേന്ദ്രത്തിൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് ഇപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുന്നത് എന്നും ഞാൻ പ്രത്യേകിച്ച് പറയാതെ നമുക്കറിയാം. തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിനെതിരായി കേരളത്തിലെ 2 MP-മാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളത്. ബാക്കിയെല്ലാം 18 പേരും കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ചതല്ലാതെ കേന്ദ്രത്തിനെതിരായിട്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായില്ല. കേരളത്തിൻ്റെ വളർച്ച, വികസനം ലക്ഷ്യമിട്ട ഒരു സമീപനവും അവർ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല എല്ലാ വികസന പ്രവർത്തനവും കേരളത്തിൽ ഇനി നടത്താൻ അനുവദിക്കില്ല എന്നതാണ്. ലോകത്ത് തന്നെ ആരും എടുക്കാത്തൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ UDF അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ MP-മാർ ഉൾപ്പെടെ നിലകൊള്ളുന്നത്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഇടതുപക്ഷ നയം യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതിന് വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യുന്ന ആ കടമ നിർവഹിക്കുന്ന പാർട്ടി CPIM ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നും കോൺഗ്രസ് നിരവധി സന്ദർഭങ്ങളിലായിട്ട് ചാഞ്ചാടുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നും രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ നിലപാടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ പോലും മതനിരപേക്ഷ സമീപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റെങ്കിലും ഇറക്കാൻ അവരെ പ്രാപ്തമാക്കുന്നത് എന്ന് നമുക്കിതിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും. ഏത് പ്രതിസന്ധിയിലും ഉറയാതെ നിൽക്കുന്ന മതനിരപേക്ഷയുടെ ഗ്യാരണ്ടിയാണ് ഇടതുപക്ഷ പാർട്ടികളും അതിൻ്റെ നിലപാടുകൾ. അതിൻ്റെ MP-മാർ വളരെ ചെറുതാണെങ്കിലും അവരെടുത്ത നിലപാടുകളും വളരെ വ്യക്തമാണ്. അപ്പോൾ കേരളം എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ആ രാഷ്ട്രീയം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉയർത്തിപ്പിടിക്കുന്നതിന് LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ അജണ്ടയാവുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാൻ. അതിനുതകുന്ന രീതിയിലുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളുമായാണ് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. LDF ചർച്ച ചെയ്ത് CPIM-ന് 15 പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനു വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തത്. CPI-ക്ക് 4 സീറ്റ്, കേരള കോൺഗ്രസ് M-ന് 1 സീറ്റ്, അങ്ങനെ മൊത്തം 20 സീറ്റ് ആ രീതിയിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. CPI-യുടെയും കേരള കോൺഗ്രസ് M-ൻ്റെയും സ്ഥാനാർത്ഥികളെ ഇതിനകം തന്നെ അവർ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. CPIM-ൻ്റെ 15 സ്ഥാനാർത്ഥികളുടെ പേരാണ് ഇവിടെ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള ജനാധിപത്യപരമായ രീതിയിലുള്ള ചർച്ചകളും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തീരുമാനങ്ങളും സെൻട്രൽ കമ്മിറ്റിയുടെ അംഗീകാരവും എല്ലാം ചേർത്തുകൊണ്ട് ഇന്നിപ്പോഴും പ്രഖ്യാപിക്കുന്നത്. കാസർഗോഡ് MP ബാലകൃഷ്ണ മാസ്റ്റർ, കണ്ണൂർ MP ജയരാജൻ, വടകര KK ശൈലജ ടീച്ചർ, കോഴിക്കോട് എളമരം കരീം, മലപ്പുറം V വസീഫ്, പൊന്നാനി KS ഹംസ, പാലക്കാട് A വിജയരാഘവൻ,
ആലത്തൂർ കെ രാധാകൃഷ്ണൻ, ചാലക്കുടി പ്രൊഫസർ സി രവീന്ദ്രൻ മാസ്റ്റർ, എറണാകുളം കെ ജെ ഷൈനി ടീച്ചർ, ഇടുക്കി ജോയ്സ് ജോർജ്, ആലപ്പുഴ എ എം ആരിഫ്, പത്തനംതിട്ട ഡോക്ടർ ടി എൻ തോമസ് ഐസക്, കൊല്ലം എം മുകേഷ്, ആറ്റിങ്ങൽ ബി ജോയി. ഇതാണ് 15 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇതിൽ പാർട്ടി പി ബി മെമ്പർ, സെൻട്രൽ കമ്മിറ്റി അംഗം, പിന്നെ താഴെ തലത്തിലുള്ള എല്ലാ തരത്തിലുള്ള പാർട്ടി നേതാക്കൾ തന്നെയാണ് പ്രധാനമായിട്ടും മത്സരിക്കുന്നത്. ഇതാണ് കെ എസ് ഹംസ അവിടെ ഏറ്റവും പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ്. സമസ്തയൊന്നുമില്ല, അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആളായിട്ടല്ല, എല്ലാവരുടെയും പൊതുവായ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് കാണുന്നത്. എല്ലാവരും പാർട്ടി ചിഹ്നത്തിലാണ് സ്വതന്ത്രമാരില്ല. സ്വതന്ത്ര എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പാർട്ടി നേതാക്കന്മാരാണെന്നും എല്ലാവരെ പറ്റി പറയാൻ പറ്റില്ല. ചില ആളുകൾ ആ രീതിയിലുള്ളതല്ല. പക്ഷെ അവരെല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുകയല്ല ചെയ്യുന്നത്. എല്ലാവരും പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്. ഇത് അങ്ങനെ ഓരോ മണ്ഡലത്തിലും ഒരാളെ മത്സരിപ്പിക്കാൻ കൃത്യമായ എല്ലാവരും ഒരു കാര്യകാരണ നിയമമുണ്ട്. ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതെന്താണ് എന്നുള്ളത് നിങ്ങൾക്കല്ലേ മനസ്സിലാക്കുക. നിങ്ങൾ വിശദീകരിച്ചു. കാൻഡിഡേറ്റ് ഇല്ലാതുകൊണ്ടല്ല, കാൻഡിഡേറ്റ് ഉള്ളതുകൊണ്ടല്ലേ മത്സരിപ്പിക്കുന്നത്. കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളിങ്ങനെ പരിധി കണക്കില്ല ചെയ്യുക. ഇപ്പം കാൻഡിഡേറ്റ് ഉണ്ട് ഇഷ്ടം പോലെ മത്സരിക്കുക. ഉപതെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് ഇതേപോലെ തന്നെ എത്രയാ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടല്ലോ. ഈ കേരളത്തിൽ തന്നെയുള്ള അനുഭവമാണല്ലോ. അത് UDF-ന്റെ ഭാഗമായിട്ട് ജയിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഭാഗമായിട്ട് ജയിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നല്ല പരിചയമുള്ളതാണ് കേരളത്തിൽ. തെരഞ്ഞെടുപ്പല്ല ആകെ തന്നെ ചിലവല്ലേ. ചിലവ് ഒഴിവായിട്ട് എന്തെങ്കിലും നടക്കുമോ? മുകേഷ് എത്രയോ കൊല്ലമായിട്ട് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ച് MLA ആയിട്ട് നിൽക്കല്ലേ. അവിടെ സ്ഥാനാർത്ഥിയില്ലാതെ പറഞ്ഞ് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിച്ച് അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ ജയിച്ചിട്ടാണല്ലേ മുകേഷ്. നിങ്ങൾക്ക് എന്താ സംശയം? അല്ല, പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. ഇന്ന് ഫലപ്രദമായിട്ട് പ്രേമേന്ദ്രനെ യഥാർത്ഥത്തിൽ BJP-യുമായിട്ട് ബന്ധപ്പെട്ട് ലിങ്ക് ഉണ്ടായി വരികയില്ലേ. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ പോയവർ ഒരാളിപ്പോൾ തന്നെ BJP ചേർന്നു, ഇതിനകം തന്നെ BJP ചേർന്നു. ഇനി ആരൊക്കെയാണ് BJP ചെയ്യുന്നത് നോക്കിയാൽ മതി. അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾക്ക് യാതൊരു ഭയമാണ്. ഞങ്ങൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാം ജയിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും പരിഗണിച്ച പോലെ ഇപ്രാവശ്യം പരിഗണിച്ചിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും പരിഗണിച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു. ഞാൻ അതാ പറഞ്ഞത്, എല്ലാ തെരഞ്ഞെടുപ്പിലും പരിഗണിച്ചതുപോലെ ഇപ്രാവശ്യവും പരിഗണിച്ചിട്ടുണ്ട്. യുവാക്കൾക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇതിൻ്റെ ഈ ലിസ്റ്റ് വായിച്ച് നോക്കിയല്ലേ കൃത്യമായിട്ട് മനസ്സിലാക്കുക. യുവാക്കളുണ്ട്, നല്ല പ്രായമുള്ളവരുണ്ട്, അത്ര പ്രായമില്ലാത്തവരുണ്ട്, എല്ലാവരും ചേർന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് മത്സരിക്കുന്നത്. IL രണ്ട് ഭാഗവുമായിട്ടും യോജിച്ചു പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ല, വഹാബ് ഉൾപ്പെടെയുള്ളവരുമായി ചേർന്ന് പോകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ഞങ്ങളുമായിട്ട് തെറ്റി നിൽക്കുന്നില്ല. RJD ഉൾപ്പെടെയുള്ള എല്ലാവരുമായും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അവരൊക്കെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു, അതെല്ലാം വെച്ചുകൊണ്ട് അവരൊക്കെയായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. വഹാബിൻ്റെ പാർട്ടിയുമായിട്ടും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അവരെല്ലാം LDF-ന്റെ ഭാഗമായിട്ട് നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അല്ല, അതൊക്കെ ഓരോ ഘട്ടത്തിൽ നമ്മൾ വരുന്ന സന്ദർഭങ്ങളിലേ ഓരോന്നും കൈകാര്യം ചെയ്യാൻ പറ്റുക. എന്തെങ്കിലും ഓഫർ കൊടുത്തുകൊണ്ടല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടല്ലേ.
ആ രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ട് ഓരോരുത്തർക്കും എന്തെങ്കിലും സ്വാഭാവികമായിട്ടും പറയാനുണ്ടായ കാര്യങ്ങളെല്ലാം പരസ്പരം കേട്ട് മനസ്സിലാക്കി ഇടപെട്ട് മുമ്പോട്ടേക്ക് പോകുന്ന നിലപാട് സ്വീകരിക്കുന്നത് തന്നെയാണ്. വഹാബിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന നിലപാട്. ഓ അത് മുതൽ കൊടുക്കും മുതൽ അല്ല, അതാത് ജില്ലാ കമ്മിറ്റികളാണ് തീരുമാനിക്കുക. താൽക്കാലിക സെക്രട്ടറിമാരെയാണ് നമ്മൾ എടുക്കുന്നത്. കണ്ണൂരും അതെ, 3 സ്ഥലത്തും ഇപ്പോൾ താൽക്കാലിക സെക്രട്ടറിമാരെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആരാണെന്ന് തീരുമാനിച്ചാൽ അപ്പോൾ പറയും. അതാ ഞാൻ പറഞ്ഞത്, ഇനി ആരാണ് എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയും. അതെ, പുതിയ സെക്രട്ടറി ഇപ്രാവശ്യം അങ്ങനെ വരുന്നില്ല. ഇപ്രാവശ്യം ആ രീതിയിലല്ല കാണുന്നത്. ഇപ്രാവശ്യം എല്ലാ 3 സ്ഥലത്തും 3 ജില്ലയിലാണ്. ആ 3 ജില്ലയിലും ആക്ടിംഗ് സെക്രട്ടറിമാരാണ് വരിക. അത് കോൺഗ്രസ് പറയുന്നത് പോലെ തന്നെ തിരിച്ചു മറിച്ച് പറയുന്നതേ ഉള്ളൂ. കോൺഗ്രസ് ഇതാണല്ലോ പറഞ്ഞിരിക്കുന്നത്, പിന്നെ BJP ഇങ്ങോട്ടും പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ അവർ തമ്മിലാണ് ഐക്യവും പ്രശ്നങ്ങളിലുള്ളത്. CPIM ആണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ശത്രു എന്ന് കോൺഗ്രസും, CPIM ആണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്ന് BJPയും പരസ്യമായി പ്രഖ്യാപിച്ച ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കേരളത്തിൽ ഒരു അന്തർധാര യഥാർത്ഥത്തിൽ ഈ BJPയും കോൺഗ്രസും തമ്മിലാണ് ഉള്ളത്. അത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാനാകുന്നത്. അല്ല, ഇവിടെ പഞ്ചാബിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പരസ്പരം മത്സരിക്കാനാണ് തീരുമാനിച്ചത്. ഇവിടെയും ഞങ്ങൾ പരസ്പരം മത്സരിക്കുന്നേ ചെയ്യുക, അതിൽ യാതൊരു തർക്കവും വേണ്ട. അത് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടിനെതിരായിട്ട് മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഫലപ്രദമായി പ്രതിനിധീകരിക്കാൻ സാധിക്കുക CPIM-നും ഇടതുപെട്ട ജനാധിപത്യ മുന്നണിക്കാണെന്ന് ഞാൻ ആമുഖമായിട്ട് തന്നെ പറഞ്ഞു വെച്ചു. അതാണ് കാര്യം. അല്ലേ, അതൊക്കെ നിങ്ങൾ ലീഗുകാരോട് തന്നെ ചോദിക്കേണ്ട കാര്യം. ലീഗ് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് അവരല്ലേ. അവരെ വ്യക്തത ഉണ്ടാക്കട്ടെ. UDF-ന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രബലമായ പാർട്ടിയാണ് ലീഗ്. ലീഗില്ലാതെ UDF-നെ പറ്റി നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? പിന്നെ എന്ത് UDF? എല്ലാവർക്കും അവകാശമുണ്ട്, ഓരോ പാർട്ടിക്കാർക്കും അവകാശമുണ്ട്. പക്ഷെ സീറ്റ് എത്രയല്ലേ ഉള്ളൂ? 20. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാനാ? ഓ, ഇപ്രാവശ്യം ആരെങ്കിലും കേരളത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനം ചോദിച്ച അതേ ചോദ്യമാണ്. ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ആരും വിശ്വസിക്കുന്നില്ല. എലയൻസ് എല്ലാം കൂടി ചേർന്ന് വന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി മറ്റെല്ലാവരും ചേർന്ന് മുന്നോട്ടേക്ക് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ആരാവണം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നൊക്കെ അന്ന് തീരുമാനിക്കേണ്ടുന്ന കാര്യമാണ്. ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ത്യൻ സമൂഹത്തിലുള്ളത്. അതാ എങ്ങനെ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഉള്ളിലിരിപ്പ് കേരളത്തിൽ വന്ന് മത്സരിച്ചോട്ടെ എന്നാണ്. ഇവിടെ അതൊക്കെ അവർ തീരുമാനിക്കേണ്ട. ഞങ്ങളിപ്പോൾ ഇന്നയാൾ ഇവിടെ മത്സരിക്കണം, ഇന്ന് ഇവിടെ മത്സരിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. സാമാന്യം മര്യാദ അനുസരിച്ച് BJP-യെ തോൽപ്പിക്കുക എന്നുള്ള കേന്ദ്ര മുദ്രാവാക്യം വന്നാൽ അത് ഹിന്ദി ബെൽറ്റിൽ തന്നെയാണ് അതിനെ പരാജയപ്പെടുത്തേണ്ടത്. കേരളത്തിലല്ലല്ലോ. കേരളത്തിൽ BJP ഒന്നും ജയിക്കാൻ പോകുന്നില്ലല്ലോ. ഒരു സീറ്റും BJP-ക്ക് ലഭിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഈ കേരള രാഷ്ട്രീയത്തിലില്ല. അതെ അതെ, അതൊക്കെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവർക്ക് മത്സരിക്കാൻ പറ്റുമോ? BJP-ക്ക് മത്സരിക്കണ്ടേ? അപ്പോൾ BJP-ക്ക് മത്സരിക്കാൻ സാധിക്കണമെങ്കിൽ പ്രധാനമന്ത്രിയെ പോലുള്ള അല്ലെങ്കിൽ BJP നേതാക്കന്മാർ ഞങ്ങൾ 20 സീറ്റും ജയിക്കും എന്നൊക്കെ പറയണ്ടേ? അങ്ങനെ പറയുന്നത് മാത്രം കണ്ടാൽ മതി. അതാണ് സുപ്രീം കോടതി പോയ കാര്യം വെച്ചുകൊണ്ട് ഒരു സാഹചര്യവും നമുക്ക് തരില്ല എന്ന് പച്ചയായിട്ട് പറഞ്ഞ ഒരു കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴും ഈ കേന്ദ്ര ഗവൺമെന്റ് അല്ലാണ്ട് വേറെ ഇതിന് മുമ്പ് ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തന്നുകൊണ്ടേയിരിക്കേണ്ടുന്ന ആനുകൂല്യം പോലും നിങ്ങൾക്ക് തരില്ല. നിങ്ങൾ കേസ് പിൻവലിച്ചാലേ നിങ്ങൾക്ക് ആനുകൂല്യം തരൂ എന്നാണ് കോടതി ചർച്ച ചെയ്യണം തീരുമാനിച്ച് ചർച്ചയ്ക്ക് വിധേയപ്പെട്ടപ്പോൾ അവർ പറയുന്നു.
കേന്ദ്ര ഗവൺമെൻറ് നിലപാടതാണ്. അതൊക്കെ ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള അതിശക്തിയായ കടന്നാക്രമമാണ് കേരളത്തിൽ ഗവൺമെൻറ്റിനോട് കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. ഓ, ആരെയും നോക്കിയിട്ട് കാണുന്നില്ല അല്ലേ? അതൊരു വലിയ അത്ഭുതകരമായ സംഭവമാണ്. ആരെയും നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി നോക്കും. ചെറുപ്പക്കാരൻ തന്നെ ഞാൻ പറയുന്നത്, ഇത് നോക്കിയിട്ട് ആരെയും കാണുന്നില്ലെങ്കിൽ എങ്ങനെ 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 ആ ശരി. പിന്നെ 15 എണ്ണത്തിൽ 1-2 കൊല്ലാണ്ട് പിന്നെ എത്രയാ വരിക? അപ്പോ വടകര ഒരു തിരിച്ചടിയില്ല. വടകരയൊക്കെ അതിശക്തിയായ മുന്നേറ്റം നടത്താൻ പോകുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ. അങ്ങനെ ഓരോ മണ്ഡലത്തിലെയും സാഹചര്യം ഞാനിവിടെ വിശദീകരിക്കുന്നില്ലല്ലോ. നമുക്ക് സൗകര്യത്തിൽ ഇനിയും ഉണ്ടല്ലോ സമയം. ഇലക്ഷൻ വരാൻ പോകില്ലേ ഉള്ളൂ. ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഓരോ മണ്ഡലത്തിൻ്റെയും സാഹചര്യം എന്താണെന്നുള്ളത് വേണമെങ്കിൽ ചോദിച്ചാൽ മതി പറയാം. സുധാകരൻ നിൽക്കുക ആയിക്കോട്ടെ. അതുകൊണ്ടെന്താ, സുധാകരൻ നല്ല ഇമേജല്ലേ ഇപ്പോൾ ഉള്ളത്. ലോകത്ത് ഇന്നേ വരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനും പറയാൻ സാധിക്കാത്തതും പറയേണ്ടി വരാത്തതുമായ പ്രയോഗം നടത്തി നിൽക്കുകയാണെന്ന് പറയും. എങ്ങനെയാ ഒന്ന് ഒഴിവാക്കിയിട്ട് എവിടെയും കൊണ്ടുപോയി ഇരുത്തേണ്ടത് എന്ന് കോൺഗ്രസ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഭാഷ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സാംസ്കാരിക ജീവിതത്തിന്റെ അടയാളപ്പെടുത്തലാണ്. അത് വെറുതെ കൊണ്ട് വരുന്നതല്ല. ഭാഷ ഒരു സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഷാപരമായ അടയാളപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഈ പ്രയോഗങ്ങളെല്ലാം. നിങ്ങളെല്ലാം കേട്ടല്ലോ. അപ്പൊ കളവല്ലേ? അതെ, പിന്നെന്താ? പിന്നെ ഞാനെന്തിനാ അതിനെ പറ്റി വിശദീകരിക്കാൻ പോകുന്നു? കളവ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നീട് നമ്മൾ ജ്യേഷ്ഠാനുജന്മാരെ പറഞ്ഞ ജ്യേഷ്ഠാനുജന്മാരെ സംബോധന ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദപ്രയോഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിലൊന്നും എനിക്ക് വേറെ പ്രയാസമുള്ളതുകൊണ്ടല്ല. ഇത് ആദ്യത്തെ ഒന്നുമല്ല, എത്രയോ പ്രാവശ്യം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അതല്ലാതാവാൻ പറ്റില്ല. അതാ പ്രശ്നം. മൈക്ക അവർക്ക് കേരളത്തിൽ 20-ലും പ്രതീക്ഷയാണ്. അതുകൊണ്ട് നിങ്ങൾ ബേജാറായിട്ട് കയറ്റുന്നു. ഇന്നത്തെ ഈ കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിക്കാനുള്ളൊരു മനഃശാസ്ത്രപരമായ പിൻബലം ഈ കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾക്കുണ്ട് എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടുന്നത്. വെറുതെ ഒരു അവകാശഭാവമൊന്നുമല്ല, അതാ അടിസ്ഥാനം. ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുള്ള കേരളത്തിലെ ജനതയുടെ ഒരു മാനസിക നിലയുണ്ടല്ലോ, ആ നില ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ലതുപോലെ അനുകൂലമാണെന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ശരി. ആയിക്കോട്ടെ, എന്ത് പരാമർശം? കോടതിന്റെ പരാമർശമല്ലേ, വരട്ടെ. അതിന് ധൃതി പിടിക്കേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് ഇതൊന്നും പ്രശ്നമാവില്ല. ഇങ്ങനെയുള്ള എത്ര കണ്ടിച്ച തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ നോക്കിക്കോ. 20 സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ നേടാനാവും. ഒന്നും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. ഒരു സീറ്റും സാധാരണ പറയുന്ന പോലെ തള്ളിക്കളയുന്നില്ല. ഭൂരിപക്ഷം എന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കും. എല്ലാ സീറ്റും ജയിക്കാനുള്ള സാധ്യതയുള്ളതാണ് കേരളത്തിൽ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു, ഇടതുപക്ഷ മനസ്സിൻ്റെ ഒരു ഐക്യദാർഢ്യമുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാക്കാനാവും. അതിനുതകുന്ന സ്ഥാനാർത്ഥികളാണ് LDF ആകെ 20 സീറ്റ് നിർത്തിയിട്ടുള്ളത്. ഭയങ്കര പ്രയാസമായി പോയി അല്ലേ? എന്തൊരു നിരാശാപരമായ പ്രയോഗമാണ്. ആയിക്കോട്ടെ, നോക്കാം വിധിയോ. അതൊക്കെ വിധി നോക്കിയിട്ട് പറയാം. ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കേണ്ടത് അപ്പോൾ പ്രതികരിക്കുക. നമുക്കിതൊന്നൊരു പ്രശ്നം. അല്ല, ഒരു സീറ്റല്ലേ ഉള്ളത്. അപ്പോൾ 20 പ്രവചനത്തിൻ്റെ 20 സീറ്റ് ഇപ്രാവശ്യം നമ്മൾ ചെയ്യും. നിങ്ങൾക്ക് വിഷമമുണ്ടോ? അല്ലെങ്കിൽ എന്നാ പിന്നെ നമുക്ക് പിരിയാം. അതെ.
മാനദണ്ഡം ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായിട്ട് അവിടെ പറ്റുന്ന ആളാണ് കണ്ടിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ആകെ ജയിച്ച ഒരാളേ ഉള്ളൂ. ആ ഒരാളെ നമ്മൾ ഒഴിവാക്കി നിർത്തേണ്ടത് കാര്യമുള്ളൂ. പിന്നെ ഒന്നാമത്തെ ടേമാണല്ലോ, രണ്ടാമത്തെ ടേമിലേക്ക് വരികയില്ലേ, അത്രയേ ഉള്ളൂ. യെസ്.